ത്രിയേക ദൈവത്തിന് പരിശുദ്ധ ബാവാതിരുമയുടെ പ്രത്യേകമായിട്ടുള്ള അനുവാദവും അനുഗ്രഹവും വാങ്ങി അഭ്യന്യ ഡോക്ടർ മാസവരീസ് തിരുമേനിയുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങി ഏതാനും വാക്കുകൾ നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കണമെന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. സമൃദ്ധമായിട്ട് ദൈവം കൈമാറി തരികയും ചെയ്ത് ശ്രദ്ധേയമായിട്ടുള്ള നിലകളിൽ നിന്നിരുന്ന പരിശുദ്ധ ബാവാതിരുമേനെയും അഭ്യന്യ ഡോക്ടർ മാസവരീസ് തിരുമേനിയും ഇന്ന് ഈ ആരാധനയിൽ ശാന്തരായി വിനയപൂർവ്വം ഈ സമയങ്ങളിൽ ചെലവഴിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ഭാവം ശൂന്യതയിലല്ല, തങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം പൂർണ്ണമായ ഭാവത്തിൽ ദൈവത്തിൽ ശരണപ്പെട്ടും നിങ്ങളെയും എന്നെയും ഒരുപോലെ ഉള്ളം കയ്യിൽ വഹിച്ചു ദൈവത്തിന്റെ ദൃഭാവത്തിൽ വേർതിരിച്ചും ഈ നിമിഷങ്ങൾ അനുഗ്രഹമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ജീവനുള്ള ദൈവത്തെ അനുഗ്രഹമായിട്ട് സ്തോത്രം ചെയ്യാം. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കൂടി നാം കടന്നു പോകേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങളുടെയും എന്റെയും മനസ്സിൽ ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. ശരിയായ ഉത്തരം കണ്ടെത്താത്ത പല അവസരങ്ങളിലും നിങ്ങൾ ഞാനും ഒരുപോലെ അസ്വസ്ഥരാകും. ഈ ഭാരതത്തിന്റെ ചരിത്രത്തിൽ മലങ്കര സഭയുടെ സംഭാവനകളും ഭാവങ്ങളും എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിലും ഈ രാജ്യത്തിന്റെ അഖണ്ഡത പാലിക്കുന്നതിലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മല്ലിടുന്നതിലും ഈ ഭാരതാംബയുടെ വികാരങ്ങൾ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നതിലുമൊക്കെ ആരെക്കാളും വളരെ ശ്രദ്ധയാർന്ന സംഭാവനകളും അനിഷേധ്യമായിട്ടുള്ള നേതൃത്വവും വിലപ്പെട്ട സേവനവും നൂറ്റാണ്ടുകളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സഭയുടെ പരമസന്താനങ്ങളാണ്. അതിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ളവരാണ് ഈ പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹമായിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള മലങ്കര മെത്രാപ്പൊലീത്തന്മാരും കത്തോലിക്കന്മാരും മറ്റെല്ലാ മെത്രാന്മാരും. മറ്റു പലതിനെക്കുറിച്ചും പലരെക്കുറിച്ചും പലതും പരാമർശിക്കാനുണ്ടെങ്കിലും ഈ സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആഠ്യത്വമുണ്ട്, മാന്യതയുണ്ട്, സംസ്കാരമുണ്ട്. അത് വെച്ചു പുലർത്തുവാനും അത് ദൈവം കൈമാറിയതാണെന്ന ഉറച്ച ബോധ്യത്തോടെ അത് ചുമതലാബോധത്തോടെ കൈകാര്യം ചെയ്യാനും നല്ല ആഠ്യത്വത്തോടെ സഭയ്ക്കോ സമൂഹത്തിനോ അനീതിയായിട്ട് വരുന്ന ഏതൊരു അംശത്തിനും എതിരായിട്ട് നിന്ന് പടുതു പൊരുതുന്ന ഒരു സംസ്കാരവും നമുക്കുണ്ട്. അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് മലങ്കര സഭ ഇന്ന് എന്നുള്ളത് ഞാൻ പ്രത്യേകം വിവരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നിർമ്മലതയോടെ, പ്രാർത്ഥനയോടെ, നീതിയോടെ, മാന്യതയോടെ, വിനയത്തോടെ അത് കൈകാര്യം ചെയ്തിട്ടും എന്തുകൊണ്ട് തുറക്കേണ്ട കണ്ണുകൾ തുറക്കാതെ വിചിത്രമായി പെരുമാറുന്ന അനേകരുടെ എണ്ണം വർദ്ധിക്കുന്നത് പോലെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് ഈ സഭ വലിച്ചഴക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ഭയം തോന്നുന്ന ഒരു വിഷയമായിരിക്കാം. കോടതിയിൽ ഒരു വിധിയുണ്ടെങ്കിൽ ആ വിധിയെ മാനിക്കും എന്ന് പറയുന്നവർ ചില സ്ഥലത്ത് കണ്ണടയ്ക്കുകയാണെങ്കിൽ എന്നാ കാരണം? നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മേഖലകളിൽ സത്യത്തിന് വേണ്ടി നിലനിൽക്കാവുന്ന ശക്തിയുള്ളവര് അതിനെ കൊട്ടിമാറ്റി വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഇവിടെ ഇരിക്കുന്ന പലരും 58-ന് മുമ്പ് മറ്റൊരു നിലപാട് എടുത്തിരുന്നവർ, അതിനുശേഷം വളരെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത് ചങ്കൂറ്റത്തോടെ സത്യവുമായിട്ട് ബന്ധപ്പെട്ടും നീതിക്ക് വേണ്ടി പടപൊരുതിയും ത്യാഗപൂർണമായിട്ടുള്ള ഒരു അനുഭവം കൈവരിക്കുവാനായിട്ട് സ്വയമേ സമർപ്പിച്ച അനേകരുടെ മധ്യത്തിലാണ് ഞാൻ ഈ ജീവന്റെ വചനം കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഇത് പരാജയത്തിന്റെ കഥയാണെന്ന് വിവരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പലരും കാണും. പക്ഷെ അതിന് തനിമയോടെ ചില പ്രത്യേകമായിട്ടുള്ള മൂല്യങ്ങൾ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ചാപ്പലിന് ചുറ്റും അകത്തും ആയിട്ട് കഴിയുന്നത്. ഞാൻ പരാമർശിച്ചതും പരാമർശിക്കാനുള്ളതുമായിട്ടുള്ള ധാരാളമായിട്ടുള്ള നമ്പരങ്ങളുടെ ലോകം, വളരെ പ്രതികൂലമായിട്ടുള്ള ചുറ്റുപാടുകൾ, നമ്മളെ അസ്വസ്ഥമാക്കുന്നതും അടിച്ച് തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നതുമായിട്ടുള്ള ചില ശക്തികൾ. അതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്
എന്നുള്ളത് നിർമ്മല ഹൃദയരായിട്ടുള്ള പലരുടെയും മനസ്സിൽ വളരെ വേദനയോടെ ഉയർന്നു വരുന്ന ഒരു അലച്ചൽ. അതിന്റെ മധ്യത്തിലാണ് നാം തിരുവചനം ശ്രവിക്കുവാനായിട്ട് അവസരം ലഭിച്ചത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 37 വരെയുള്ള വാക്കുകൾ. തമ്പുരാൻ പറയുന്നു, ആദ്യവൃക്ഷത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കുക. ഇളം കൊമ്പുകൾ ഉണ്ടായി ഇലകൾ തളർക്കുമ്പോൾ വേനൽക്കാലമായി എന്ന് നിങ്ങൾ അറിയുന്നു. അപ്രകാരം തന്നെ ഇവയെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അന്ത്യം വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. അന്ത്യത്തിന്റെ ലക്ഷണങ്ങളും അത് കണ്ടിട്ട് അന്ത്യം വരാറായി എന്ന് പറയുന്നതുമായിട്ടുള്ള ഒരു ഭാഷ്യം ഓർത്തഡോക്സ് സഭ പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നില്ല. ഈ അടുത്ത നാളിൽ അമേരിക്കയിൽ വളരെ പ്രസിദ്ധമായിട്ട് വളരെ വാചാലമായിട്ട് ലോകത്തിന്റെ അന്ത്യമായി എന്ന് പറഞ്ഞ് ബഹളം വെച്ച വളരെ ഉന്നതരായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരു മിഥ്യാ കണക്കുകൂട്ടലിൽ വീണു പോകുന്നതല്ല ഓർത്തഡോക്സ് പാരമ്പര്യം. പക്ഷെ തമ്പുരാൻ പറഞ്ഞ അക്ഷരങ്ങള് അതേപടി ഉൾക്കൊള്ളുവാൻ ചുമതലപ്പെട്ടവരാണ്. അന്ത്യത്തിന്റെ ഭാവങ്ങള് അന്ത്യം വാതുക്കലെത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് നമ്മൾ നിലനിൽക്കേണ്ടതാണ്. ഈ ബോധ്യമുള്ള ഒരു സഭയായിട്ടാണ് ഇന്ന് വരെ നിന്നത് എന്നുള്ളത് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് വകയുള്ളത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുവോളം ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും നശിച്ചു പോകും. പലതും നഷ്ടപ്രായമാകുന്ന, വളരെ വിലപ്പെട്ടതെന്ന് തോന്നുന്നത് പലതും നമ്മിൽ നിന്ന് വളരെ വിദൂരതയിലായി പോകുന്ന പല പ്രവണതകളും കാണും എന്നുള്ളത് വിശേതമ്പുരാന്റെ വാക്കുകളാണ്. എന്നാൽ ഈ സമയത്ത് നമ്മൾ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതും പറയുന്നുണ്ട്. ആകാശവും ഭൂമിയും നശിച്ചു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ നിലനിൽക്കുന്നതിൽ ഊന്നുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. പ്രപഞ്ചം മുഴുവൻ ഇളകിയാലും ഇളകാത്തതിലും ഇളക്കാത്തവനെല്ലാം ഉറച്ചു നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് സഭയ്ക്കുള്ളത്. അതിന്റെ തീക്ഷ്ണതയും തീവ്രതയുമാണ് നമ്മൾ ഏറ്റുവാങ്ങേണ്ടത് ഇതുപോലുള്ള നിമിഷങ്ങളിലുമല്ല. എന്നാൽ ആ നാളോ നാഴികോ ആരും അറിയുന്നില്ല. പിതാവല്ലാതെ സ്വർഗ്ഗത്തിലെ മലാക്കമാരോ പുത്രൻ പോലുമോ അറിയുന്നില്ല. ആ സമയം എപ്പോൾ വരുമെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ സൂക്ഷ്മതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വീട് വിട്ട് ദൂരത്തേക്ക് പോയ ഒരുവൻ തന്റെ ദാസന്മാർക്ക് അവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകുന്ന പോലെയാവും. ആകയാൽ ഉണർന്നിരിക്കുക. പരിശുദ്ധ ബാവാ തിരുമേനി വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തത് ഈ ഉണർവിന്റെ കാഹളധ്വനി കേട്ടുകൊണ്ട് ആ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിട്ട് താൻ ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ഒരു ജനത്തിന് അനുഗ്രഹമായിട്ട് അവർക്ക് ആരാധനയ്ക്കും ദൈവത്തെ അറിയാനും വിശേഷപ്പെടാന്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുവാനും അവർക്ക് സ്ഥലം വേണം, അവർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം വേണം, അവർക്ക് അനുഗ്രഹമായിട്ടുള്ള സ്വാതന്ത്ര്യം അവകാശപ്പെട്ടതാണ്. ഇവയെല്ലാം ഓർത്തിട്ട് അതിൽ നിന്ന് ഘടകവിരുദ്ധമായ അംശങ്ങളോ ഉയർന്നു വരികയും കടലിലെ തിരമാല പോലെ ആഞ്ഞടിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നെഞ്ചുവിരിച്ച് അതിനെതിരായിട്ട് പടപൊരുതുന്ന ഒരു ഉന്നത നേതാവിനെ നാം ഈ പിതാക്കന്മാരിൽ നാം കാണുകയാണ്. ആകയാൽ ഉണർന്നിരിക്കുക. ദൈവത്തിന്റെ ശബ്ദം അനുഗ്രഹമായിട്ട് കേൾക്കുവാനും അതിന്റെ മൂല്യങ്ങൾ ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്യുവാനും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ശൈലി വിശേഷമുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പലരും പല കണക്കുകൂടലുകളിൽ കൂടി ഇരിക്കുകയാണ്. വളരെ അനുഗ്രഹമായിട്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വടക്കൻ പ്രദേശത്ത് ഒരിക്കലും ഉൾക്കൊള്ളുവാനൊക്കാത്ത ഒരു ശബ്ദമായിരുന്നു വടശ്ശേരിയിൽ മാർ ദിവനാസിസ്. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു പരിശുദ്ധനായിട്ട് അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തിനോട് ഒപ്പം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് ലഭിച്ച അവസരം വിലപ്പെട്ടതാണ്. പല സത്യങ്ങളും നമ്മുടെ ചുറ്റുപാടും ചിലർക്കൊക്കെ മനസ്സിലാക്കാതെ പോകും. എന്നാൽ ദൈവത്തിന്റെ നിയോഗമുണ്ടായി, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടായി, ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ പലരും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കും എന്നുള്ളതിന് തർക്കമാണ്. ഇത് മുന്നമേ കാണുവാനുള്ള ഒരു കൃപയാണ് ദൈവത്തിൽ ശരണപ്പെട്ട് നമ്മൾ ഏറ്റുവാങ്ങേണ്ടത്. അതാണ് അടിസ്ഥാനപരമായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദവും നിലവായ പ്രത്യാശ നിലനിർത്തുന്നതുമായിട്ടുള്ളത്. ഈ കാര്യങ്ങൾക്കൊക്കെ അനിഷേധ്യമായിട്ടുള്ള നേതൃത്വം നൽകുവാൻ വളരെ ചുമതലപ്പെട്ടവരും അത് ഏറ്റവും ഉത്തരവാദിത്തോടുകൂടെ നിർവഹിച്ചിരുന്നവരുമായിട്ടുള്ള രണ്ട് പിതാക്കന്മാരാണ്
പരിശുദ്ധ ബാവതിരുമേനെയും ഡോക്ടർ മാർ സെവേറിയസ് തിരുമേനെയും ഇന്ന് ഈ പ്രത്യേക അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അവരുടെ ആരോഗ്യവും ആയുസ്സും മലങ്കര സഭയ്ക്ക് വിലപ്പെട്ടതാണ്. വളരെ വിലപ്പെട്ട നിധിയായിട്ട് മലങ്കര സഭയെന്നും കാണാം. നിങ്ങളുടെ മുട്ടിപ്പാട്ടുള്ള പ്രാർത്ഥന കൊണ്ട്, ദൈവത്തിന്റെ കാരണം കൊണ്ട് ഈ നിമിഷം വരെയും ആ പിതാക്കന്മാർക്ക് അനുഗ്രഹകരമായിട്ടുള്ള ശക്തി അത്ഭുതകരമായിട്ട് ഇപ്പോഴും വ്യാപരിക്കുന്നു എന്നുള്ളത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എന്നാൽ ആരുടെയെങ്കിലും എളുപ്പതയിൽ വീണുപോയിട്ട് മലങ്കര സഭയിലേക്ക് വേണ്ട നേതൃത്വം നൽകുവാനായിട്ട് കൽപ്പില്ലാത്തവരായിട്ട് അവരെ തീർക്കാനല്ല, നിങ്ങളുടെ മുട്ടിപ്പാട്ടുള്ള പ്രാർത്ഥന മുഖാന്തരം ദൈവത്തിന്റെ കരുണയാൽ കൂടുതൽ ഓജസ്സോടുകൂടി, കൂടുതൽ തേജസ്സോടുകൂടി, കൂടുതൽ മഹത്വരമായിട്ടുള്ള അനുഭാവം ഏറ്റുവാങ്ങി ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായിട്ട് കണ്ടും അനുഭവിച്ചും അത് ലോകത്തിൽ വെളിപ്പെടുത്തിയും തങ്ങളുടെ ജീവിതം കൊണ്ട് അത് നമുക്ക് അനുഭവിക്കുവാൻ അവകാശം വേർതിരിച്ചും തുടർന്നും ഈ സഭയെ അനിഷേധ്യമായി നയിക്കുവാനുള്ള കൃപ ധാരാളമായി ഉണ്ടാകുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ പ്രത്യേക രംഗത്ത് അനുഗ്രഹമായി ഇതിലെഴുകി ചേരുകയും ചെയ്യും. സഭ ചില പ്രത്യേകമായിട്ടുള്ള ശൈലിവിശേഷം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ സംസ്കാരത്തിൽ അത് ആഴമായി നിലനിൽക്കുന്നതാണ്. ഈ നാട്ടിൽ നാനാജാതി മതസ്ഥര് വളരെ ആവേശത്തോടെ അതിനെ പുകഴ്ത്തിയിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർന്ന അവസരങ്ങളാണ്. ഈ പരിശുദ്ധ പിതാവ് ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് തൊട്ട് മുമ്പും അതിനുശേഷവും വളരെ നിർണായകമായിട്ടുള്ള ചില അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലാണ് 2 അവസരങ്ങളിലായിട്ട് 14 പിതാക്കന്മാരെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി അവർക്ക് ഭജനാസനങ്ങൾ തീരുമാനിച്ചു. ഒരു അലങ്കോലവുമില്ലാതെ, അകത്ത് ഒരു പ്രശ്നവും അവശബ്ദവും ഉയർത്താതെ ഏറ്റവും അനുഗ്രഹകരമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അടുക്കും ചിട്ടയുമുള്ള, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു സഭയായിട്ട് ഉയർന്നു വന്നപ്പോൾ പൈശാചിക ശക്തി അകത്ത് കടന്ന് നമ്മളെ നൊമ്പരപ്പെടുത്തുവാനും നമ്മളെ തളർത്തുവാനും ശ്രമിച്ചെന്നവർ, മറ്റു പല ശക്തികളും നമുക്കെതിരായിട്ട് ആഞ്ഞടിച്ചെന്നവർ. എന്നാൽ കുരിശും കുരിശിന്റെ ഉടയവനും കൂടെ ഉണ്ടെങ്കിൽ, അവന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വളരെ അനുഗ്രഹകരമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ കടലിൽ കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വാഗ്ദത്ത നാട് എന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് തമ്പുരാൻ പറയുമ്പോൾ അറച്ചു നിൽക്കുന്ന ഒരു സംസ്കാരമല്ല, വിറച്ചു പോകുന്ന ഒരു ചുറ്റുപാടല്ല. അനുസരണത്തോടെ ശിരസ് നമിച്ച്, അവിടെ മാത്രം ശിരസ് നമിച്ച് അവനിൽ ശരണപ്പെട്ട് അവന്റെ സന്ദേശങ്ങൾ സജീവമായി ഈ ലോകത്തിൽ കൈമാറി കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് സഭ അനുഗ്രഹകരമായിട്ട് ഏറ്റുവാങ്ങേണ്ടത്. ആകയാൽ ഉണർന്നിരിക്കുക, ഗൃഹനാഥൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുമ്പോഴോ രാവിലെയോ എപ്പോൾ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നവരായി കാണരുതല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരുമായിട്ടാകുന്നു. നിങ്ങൾ ഉണർവോടെ ഇരിക്കുക. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മലങ്കര സഭയ്ക്ക് ഏറ്റവും ഭാഗ്യകരമായിട്ട് കൈമാറിയ കാതോലിക്ക സെറ്റിന്റെ ആദ്യത്തെ സ്വീകാരികനായിട്ടുള്ള പിതാവ് ഈ നാട്ടിൽ വളർന്നു വന്ന പൗലൂസ് പ്രഥമൻ കാതോലിക്ക ബാവ. അദ്ദേഹത്തിന് ശേഷം മറ്റൊരു പൗലൂസ് ഈ സഭയുടെ അനിഷേധ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതുപോലുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ട്. എന്നാൽ ആ പിതാവ് അനുഗ്രഹകരമായിട്ട് തേർന്നയച്ചു തുടങ്ങിയ ആ വലിയ പാരമ്പര്യം തുടരുവാൻ ഈ പരിശുദ്ധ പിതാവിനും അതുപോലെ തന്നെ ഈ വന്യ പിതാവിനും സഭയ്ക്ക് മുഴുവനായിട്ട് ആവേശകരമായിട്ടുള്ള അനുഭവം ഉണ്ടാവുകയും അത് നമ്മെ തളർത്തുവാനായിട്ട്, സത്യത്തെ മറയ്ക്കുവാനായിട്ട്, വെള്ളിയാഴ്ചയുടെ അനുഭവങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വിയർപ്പിന്റെ കാഹളധ്വനി കൈമാറുന്ന വളരെ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് ദൈവമേ നീ ഞങ്ങളെ വഴി നയിക്കുന്നുവല്ലോ എന്ന മുന്നമേ കണ്ട് അവനെ സ്തോത്രം ചെയ്യുവാനും അത് പൂർണ്ണമായിട്ട് അതിന്റെ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിൽ മുഴുവനായിട്ട് അനുഭവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പറയുവാനും ലജ്ജിച്ച് തലതാഴ്ത്തുന്നവരും ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്ന് ശിരസ് നമിക്കുന്നവരായിട്ട് ഈ ഭാരതത്തിൽ പുതിയ ഒരു അധ്യായം സൃഷ്ടിക്കുന്ന മലങ്കര സഭയുടെ ചരിത്രം കണ്ട് ഊറ്റം കൊള്ളുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബാവാതിരുമേനെയും അഭ്യുന്നയ സെവേറിയസ് തിരുമേനെയും ദൈവകരങ്ങളെ പ്രത്യേകമായിട്ട് ഭരമേൽപ്പിക്കാം. അവരോട് ബാഹ്യമായിട്ടുള്ള ചില വികാര ഭാവങ്ങളല്ല, പൂർണ്ണമായി നമ്മുടെ വിധേയത്വവും അനുഗ്രഹകരമായിട്ടുള്ള നമ്മുടെ പ്രതികരണവും ശ്രദ്ധേയമായിട്ട് കാത്തു സൂക്ഷിച്ച് ഈ നിമിഷങ്ങളിലുള്ള ചില നൊമ്പരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല, അതിനപ്പുറമായിട്ടുള്ള തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ചകൾ കാണുവാൻ കെൽപ്പുള്ള കണ്ണുകളുടെ ഉടമകളായി പ്രത്യാശയുടെ സമ്പന്നത ഏറ്റുവാങ്ങുന്നവരായിട്ട്
വിശുദ്ധമ്പുരാന്റെ രണ്ടാമത്തെ വരവിൽ കടന്നു വരുമ്പോൾ ഉള്ള ഭാഗ്യകരമായിട്ടുള്ള അനുഭവം നമ്മൾക്കെല്ലാവർക്കും ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം അതുപോലുള്ള അനുഗ്രഹങ്ങൾ ഈ പിതാവിൽ നിന്ന് തുറന്നും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. അതുവരെയുള്ള നാളുകൾ നിന്റെ പരിശുദ്ധ സഭയുടെ ആഠ്യത്വമുള്ള സംസ്കാരത്തിൽ ഉറച്ചു നിന്ന് വെല്ലുവിളികളെ തൃണവൽഗണിച്ചുകൊണ്ട് കുരിശിന്റെ പാതയിൽ അനുഗ്രഹകരമായിട്ട് നീങ്ങുവാനും അതിനെതിരായിട്ടുള്ള എല്ലാ ശക്തികൾക്കും അപ്പുറമായിട്ട് ജീവന്റെ തുടിപ്പ് അനുഭവിച്ചും നിത്യജീവന്റെ സമ്പന്നത ഇന്നും രുചിച്ചറിഞ്ഞും ഞങ്ങൾ അനുഗ്രഹകരമായി നീങ്ങുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ വഴി നയിക്കണമെന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവകരുണയിൽ അഭയം തേടാം. ഒരു നിമിഷം ദിവസനത്തിൽ ശിരസ്സ് നമിച്ച് ഈ കാലഘട്ടത്തിന്റെ സന്ദേശവും ഈ ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ദൈവത്തിന്റെ അറിയിപ്പും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമേ അതിന്റെ പൂർണ്ണത ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ, അത് കണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള അനേകായിരങ്ങൾ കൂടുതലായിട്ട് ഉണരുന്ന നാളെയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുവാൻ നിന്റെ കരുണ ധാരാളമായി ഞങ്ങൾക്ക് കൈമാറണമേ എന്ന വിനയപൂർവ്വം പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചും വളരുന്ന തലമുറയ്ക്ക് ഈ പ്രദേശവും ഈ സൗകര്യങ്ങളും ഈ തൊട്ടടുത്തുള്ള വലിയ ദേവാലയവും അവകാശപ്പെട്ടതായി ആരാധനയ്ക്ക് അനുഭവസമ്പന്നമായി തീരുന്ന നാളെയിലേക്ക് ഞങ്ങളെ വഴി നയിക്കണമേ. അതുകണ്ട് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സമ്പന്നത ഈ ലോകപ്രകാരമുള്ള വെല്ലുവിളികളുടെ മധ്യത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന നാളെയിലേക്ക് ഞങ്ങളെ ഉറപ്പായി വേർതിരിക്കണമേ, അനുഗ്രഹകരമായി വഴി നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ അണയാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ശാന്തമായി നമ്മെ തന്നെ സമർപ്പിക്കുകയും